ഒരു ജീവിതം മാത്രം, അതു വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോകും നിശ്ചയം. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും. പ്രൈസ് ലോർഡ്. പ്രിയ ദൈവവേദലേ, സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 4 എപ്പിസോഡുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. നെവർ ഗീവ് അപ്പ് സഹോദരിമാരെ. ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി. കുടുംബജീവിതത്തിൽ വളരെ സന്തോഷമായിട്ട് എപ്പോഴും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പ് ആൻഡ് ഡൗൺ വിൽ കം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ 2-3 വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം രൂത്തിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 21-ാം വാക്യം 20 മുതലുള്ള വാക്യങ്ങൾ. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല മാറ എന്നെന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായ യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഊറാബാലാബ ശാന്തര. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നോക്കിക്കേ, നവോമി ഫുൾനെസ്സിലിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നവോമിയുടെ ജീവിതത്തിൽ മക്കൾ നഷ്ടമായി, കൂട്ടാളി നഷ്ടമായി, മരുമക്കൾ മാത്രമായി, മൂത്ത മരുമകളും പോയി. ഹല്ലേലൂയ. രൂത്ത് മാത്രം കൂടെ. ഊറാബാലാബ ശാന്തരേ, നിൻ്റെ കയ്യിൽ എന്തുണ്ടെന്നാണ് കർത്താവെന്ന് ചോദിക്കുന്നത്. ഭവനത്തിൻ്റെ വിഷയത്തെ ഓർത്ത്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അലയടിക്കുന്ന തിരമാലകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കാനല്ല കർത്താവ് നമ്മളോട് പറയുന്നത്. സങ്കീർത്തനം 118-ാം അധ്യായം എത്ര പേര് വായിച്ചിട്ടുണ്ട്? നമ്മളെല്ലാം വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു വചനം പറയുമ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കർത്താവ് കടത്തിവിടും. ഈ പറഞ്ഞ വചനം ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമാണ്. ഈ പറഞ്ഞ വചനം സപ്രസ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ വചനത്തിൽ നിന്ന് അറിയാം ആമേൻ ഡീപ്പ് സോറോയിലൂടെ പോകുന്ന നവോമിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമുക്കറിയാം രൂത്തിൻ്റെ പുസ്തകത്തിൽ അവസാനിക്കുന്ന എന്ത് പറഞ്ഞാണെന്ന്. ഹല്ലേലൂയ. ബോവസിനെ കണ്ടുകിട്ടുന്നു. അതോടുകൂടി ആ കുടുംബം ജീനിയോളജി കർത്താവിൻ്റെ പട്ടികയിൽ തന്നെ വംശാവലിയിൽ തന്നെ പേര് വരുവാൻ ഇടയാക്കിയ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കറിയാം. സോ കർത്താവിൻ്റെ വയലിലെത്തണമെങ്കിൽ, ഊറാവാല ബഷാന്തര ബോവസിൻ്റെ വയലിലെത്തണമെങ്കിൽ ഒരു വലിയ ജേർണി നവോമിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. രൂത്തിനെ കൊണ്ട് എത്തിക്കണമെങ്കിൽ നവോമിയുടെ ആ മിനിസ്ട്രി, നവോമിയുടെ ആ ജേർണി, ഇറ്റ് വാസ് നോട്ട് ഈസി, ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. നോക്കിക്കേ, എല്ലാം വേദനയാണ്. അപ്പോൾ 18-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇന്ന് പറയുകയാണ്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേര് പറ. യഹോവ റാണിയുടെ ശൈലവും, റാണിയുടെ കോട്ടയും, റാണിയുടെ രക്ഷകനും, റാണിയുടെ ദൈവവും, റാണിയുടെ ശരണവും, റാണിയുടെ പാറയും, റാണിയുടെ പരിചയം, റാണിയുടെ രക്ഷയായ കൊമ്പും, റാണിയുടെ ഗോപുരവുമാകുന്നു. ഹല്ലേലൂയ. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിച്ചു, പാതാളങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ പിന്തുടർന്നു. താഴേക്ക് ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല ഹാലിലും. എന്നാൽ അവർ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ളവരായിരുന്നു ശത്രുക്കൾ, അവരിൽ നിന്നും പകച്ചവരിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലവേറിയവരായിരുന്നു. കർത്താവ് എന്നിട്ട് പറയണം, വിശാലതയിലേക്ക് അവൻ എന്നിൽ പ്രസാദിച്ചിരിക്കൊണ്ട് എന്നെ എത്തിച്ചു. ഇതിനൊക്കെ കാരണമായത് എന്തുവാണെന്നറിയാമോ? 15-ാമത്തെ വാക്യമാണ്. യഹോവേ, നിൻ്റെ ഭത്സനത്താലും നിൻ്റെ മൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു, ഭൂതലത്തിൽ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആ മൈറ്റി കരമൊന്ന് നമ്മളെ അനുഭവിപ്പിക്കുവാൻ ഉടനീളം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ എടുത്തോളൂ. അതുപോലെ തന്നെ 100 മിനിസ്ട്രി നിങ്ങൾ എടുത്തോളൂ. ഒറ്റ മിനിസ്ട്രിയേ ഉള്ളൂ റൈറ്റ് ഫോക്കസ് എടുക്കുക അതിലൂടെ പോകുന്നത്. ബാക്കി 99 വിശാലമേറിയ റോഡിലൂടെ പോകുന്നത്. ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. നിങ്ങൾ കറക്റ്റ് ചാനലിലേക്ക് കടന്നു വരിക. നെക്സ്റ്റ് ഇവിടെ നവോമിയുടെ എൻഡ് എന്തായിരുന്നു? റൂത്തിൻ്റെ എൻഡ് എന്താണ്? വെളിപ്പാട് പുസ്തകം എന്താ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം എന്താ പറയുന്നത്? ഈ ലോകത്തിലുള്ളതൊന്നുമല്ല പറയുന്നത്, നിത്യതയിലേക്കുള്ള. അബ്രഹാം മുതൽ ഇങ്ങോട്ട് നോക്കിക്കേ നിങ്ങൾ. അബ്രഹാമും ആ ഒരു രാജ്യത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നവർക്കൊരു പിതൃദേശം കാംക്ഷിക്കുന്നു എന്ന് കാണിക്കുന്നു. ഹല്ലേലൂയ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചു, ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണും.
ഇതുകൊണ്ട് അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ എഴുതുന്നു, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു. അപ്പോൾ ദൈവം ഇതിലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥ, നവോമിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഈ ഒരു അവസ്ഥ എന്തുകൊണ്ട് രൂത്തൻ്റെ ജീവിതത്തിലാണെങ്കിലും ഹന്നായുടെ ജീവിതത്തിലാണെങ്കിലും പ്രവാചികളുടെ ജീവിതത്തിലാണെങ്കിലും ദൈവം അനേകരെ എഴുന്നേൽപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ. അതിലൊന്ന് നമ്മളാണ്. ഊറാബാല ബഷാന്ദ്രേ ഹല്ലേലൂയ, ഥേറാബാര ബഷാന്ദ്രേ. ആകയാൽ ദൈവവേദിലേ, നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിലേക്ക് ചെല്ലുക. അയാൾ തിന്നു കുടിച്ച് കഴിയും വരെ നിന്നെ കാണരുത്. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ രൂത്ത് ചെയ്തെന്ന. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് മാറയെ കർത്താവ് മധുരമാക്കും. റാണിസിൻ്റെ ജേർണിയാണ് പറയുന്നത്. വൺ ഡേ എന്നിൽ നിന്ന് എൻ്റെ ബൈബിളുകൾ, എൻ്റെ ആത്മീയ വിഷയങ്ങളെല്ലാം ഡിസ്ട്രോയ് ചെയ്യുവാനായി ഒരു സൈന്യം ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ, എൻ്റെ കർത്താപ്പച്ചൻ പറഞ്ഞാണ്, നിൻ്റെ ഉള്ളത്തിലുള്ളതിനെ ആർക്കും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. സീ ദ ജേർണി ഓഫ് 14 years. ഹല്ലേലൂയ. നോ വൺ ക്യാൻ ഡിഫീറ്റ്, ബിക്കോസ് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നീ അവനോടാണ് പറ്റിയിരിക്കുന്നെങ്കിൽ ആർക്കും നിന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് പകൽക്കാലത്തിൽ? സദൃശ്യവാക്യം നമ്മൾ ഇന്ന് ഗ്രൂപ്പിൽ മെഡിറ്റേറ്റ് ചെയ്ത വാക്യമാണ്. സദൃശ്യവാക്യം 31-ാം അധ്യായത്തിലേക്ക് എല്ലാ സഹോദരിമാരും ഈ വാക്യം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമാകും. നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്? ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. 25-ാം വാക്യം. ഭാവി കാലം ഓർത്തവൾ പുഞ്ചിരിക്കുന്നു, അവൾ ജ്ഞാനത്തോടെ വായ തുറക്കുന്നു, ദയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ റാണി ജ്ഞാനത്തോടെ വായ തുറക്കുന്നു. റാണിയുടെ നാവിന്മേൽ ദയുള്ള ഉപദേശമുണ്ട്. എല്ലാവരും ഇത് നിങ്ങളുടെ പേര് പറഞ്ഞ് എഴുതിയെടുത്ത് ഇത് ബൈഹാർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് ഈസി. അതിൻ്റെ ആഴത്തിലേക്ക് പോകണം. അവൾ ജ്ഞാനത്തോടെ വായി തുറക്കണമെങ്കിൽ ആ ജ്ഞാനം ആദ്യമേ നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കണം. അതെവിടെ നിന്നാണ് ലഭിക്കുന്നത്? വചനം വായിക്കുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. അതിനേക്കാൾ ഉപരിയായൊരു കാര്യം, നമ്മൾ ഈ വചനം പറഞ്ഞ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് അത് റേമയായി നമ്മുടെ ഉള്ളത്തിലേക്ക് ജീവനദിയായി പുറപ്പെടുമ്പോൾ, അത് തീജ്വാലയായി, അഗ്നിയായി, ഇരുവായി തലയായി, ചുറ്റികയായി, പാറയെ പിളർക്കുന്നതായി, ആത്മാവിൻ്റെ നിറവായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ അനേകരെ ദൈവം കൊണ്ടുവരും സിറ്റുവേഷനുകൾ. That situation is not to destroy you. That situation is to mold you more in Christ. ആ ക്രൈസ്റ്റ് ഫോമിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ആ ഈശാന മൂലൻ കാറ്റുകളെയൊക്കെ കർത്താവ് കൊണ്ടുവരും. മോർ സ്ട്രോങ്. ഹൗ യു ക്യാൻ ദാവീദിനെ പഠിപ്പിച്ചതുപോലെ കരടി വന്നാൽ സിംഹം വന്ന് വലിച്ചു കീറത്തക്ക രീതിയിലുള്ള ആത്മശക്തി നിൻ്റെ മേൽ. സ്തോത്രം. നിങ്ങൾക്കറിയാം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൻ്റെ ജേർണി തന്നെ പറയാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നിനക്ക് ആവശ്യമുള്ളതിനെയൊക്കെ കർത്താവ് പ്രൊഡ്യൂസ് ചെയ്യും. ഹൗ മെനി ഇയേഴ്സ് ഐ വെയിറ്റ് അപ്പോൺ ഗോഡ്? 14 years. ജോസഫ് എത്ര വർഷമാണ് കാരാഗ്രഹത്തിലായിരുന്നു? 14ഓളം വർഷം കാരാഗ്രഹത്തിലായിരുന്നു. ഞാനും അതുപോലെയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, മുന്തിരിച്ചെടിയാണ്. അതിനെ മതിലുകളൊക്കെ ചാഞ്ഞു, അതിനെ സപ്രസ് ചെയ്യാൻ നോക്കി. പക്ഷേ അതിലേക്കൂടെ വളർന്നത് അപ്പുറം ചാടി. ഊറാബാല ബഷാന്ദ്രി, മതിലവിടെ നിന്നോട്ടെ, നീ അപ്പുറം ചാട്. നിൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ, നീ അപ്പുറം ചാട്. ലെറ്റ് ദർ ബി വിസ്ഡം ഫീൽഡ് ലൈഫ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ മക്കളൊക്കെ എഴുന്നേറ്റ് നമ്മളെ ഭാഗ്യവതി എന്നും ഭർത്താവ് നമ്മളെ ഭാഗ്യവതി എന്ന് പ്രശംസിക്കും. ഹല്ലേലൂയ. ആ ദിവസം വരും. നമ്മളുടെ കൈയുടെ ഫലം നമുക്ക് തന്നെ തരും. സ്വന്തം പ്രവൃത്തികൾ നമ്മൾ ആദ്യം പ്രവർത്തി തുടങ്ങണം. I took 14 years, 7 years എടുത്തു ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? 4 എപ്പിസോഡുകളുണ്ട്, നിങ്ങൾക്ക് പറ്റിയെങ്കിൽ കേൾക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്തുള്ളതായിരിക്കട്ടെ. കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസി വർദ്ധിക്കട്ടെ, വചനധ്യാനം വർദ്ധിക്കട്ടെ. ഡോണ്ട് സീ യുവർ പ്രോബ്ലം, സീ ഗോഡ് ഈസ് വർക്കിംഗ് ഇൻസൈഡ് യു. അവൻ നിന്നിനകത്ത് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നെവർ ഗിവ് അപ്പ്. നിങ്ങളുടെ ഭവനങ്ങളിലെ ഒരു മധുരമാകുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹൂറാബാല ബഷാന്തരെ ലബാനുലിലെ പോലെ. ഹല്ലേലൂയ. ഹൂറാബാല ബഷാന്തര. താങ്ക് യു ഫാദർ. അത്യവൃക്ഷം തളർക്കയില്ല, ഗോശാലിൽ കന്നുകാലികളില്ല, എങ്കിലും ഞങ്ങൾ കർത്താവിൽ ആനന്ദിക്കുന്നു. ഞങ്ങളുടെ സന്തോഷം ക്രിസ്തുവാകുന്നു. വചനം വായിക്കുവാൻ, ഗ്രഹിക്കുവാൻ, അത് ആഴത്തിൽ ചിന്തിക്കുവാൻ ദൈവിക ജ്ഞാനത്താൽ എൻ്റെ മക്കളെ നിറയ്ക്കണം. ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണം. ദൈവയുടെ ഉപദേശം പ്രസ്താവിക്കുവാൻ ഞങ്ങളുടെ മേൽ, നാവിൻ്റെ മേൽ ആ ദൈവിക ജ്ഞാനം ഹൃദയത്തിൽ പകർന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങൾ ജയാളികളാണ്, ഒരിക്കലും ഞങ്ങൾ പരാജയമല്ല.
God has a great plan about us, not to harm us, to give hope and future more many people. Hallelujah. ആമേൻ. ക്രിസ്തു ഞങ്ങളെ നട്ടുവെങ്കിൽ കർത്താവ് ഞങ്ങളെ വളർത്തുമാറാക്കും. അതിനുള്ള അതിരുകളെ വിസ്താരമാക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം. ഹൃദയങ്ങളെ ഇപ്പോൾ ഒരുക്കിയതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. സഹോദരിമാരെ, never give up. Arise and shine, the light has come upon you. हमें छोड़ेगा नहीं, कभी भी छोड़ना नहीं. हमें കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. God bless you. Have a blessed journey. Never give up. God bless you. 0097155707903 ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോകും നിശ്ചയം. ഒരു ജീവിതം മാത്രം അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരെയ ദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരെയ ദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ? ഒരുങ്ങിയിട്ടുണ്ടോ